വയനാട്ടിൽ ഇന്നത്തെ രക്ഷാദൗത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ആദ്യമായി പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ഭാഗത്തെ തിരച്ചിലാണ് അവസാനിപ്പിച്ചിരുന്നത്. ചാലിയാർ പുഴയുടെ ഇരു കരകളിലുമായുള്ള തിരച്ചിലും ഇന്നത്തേക്ക് അവസാനിച്ചിട്ടുണ്ട്. നാളെ ഈ തിരച്ചിലെല്ലാം പുനരാരംഭിക്കും. 357 പേരുടെ മരണമാണ് ഇതുവരെയായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റഡാറുകളുമായുള്ള വിമാനം കൂടി കോഴിക്കോട് എത്തുന്നതോടുകൂടി വ്യാപകമായ തിരച്ചിൽ അന്തിമഘട്ടത്തിൽ വേഗത്തിൽ പുരോഗമിക്കാനാകും എന്നുള്ള വിലയിരുത്തൽ വരുന്നു. ഇനിയും കണ്ടെത്താനുണ്ട് 200-ലധികം ആളുകളെ. എം മനോജ് ചേരുകയാണ് തത്സമയ വിവരങ്ങളുമായി. മനോജ്, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻസ്. അനു, ഇന്നത്തെ ഈ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്നുള്ള രക്ഷാപ്രവർത്തകർ ഇറങ്ങിയിരുന്നു. അതായത് ഈ ഇരുള് മൂടിക്കഴിഞ്ഞാലുള്ള ഈ തിരച്ചിൽ അത് ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയെ കേന്ദ്രീകരിച്ച് രാവിലെ മുതൽ ഇന്ന് വൈകുന്നേരം വരെ നടന്നിട്ടുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചു. അതിനുശേഷം ഈ ചൂരൽമലയിൽ കുറച്ചു നേരം കൂടെ ഈ പരിശോധന തുടർന്നു എന്നുള്ള കാര്യമാണ്. കാരണം ഈ സ്കൂളിന്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ഭാഗത്ത് കഴിഞ്ഞ ദിവസം റഡാറിൽ സിഗ്നൽ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഈ സ്മെല്ലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ചൂരൽമലയിലുള്ള ഈ പരിശോധന നടന്നത്. ഇതിൽ തന്നെ ഈ ചൂരൽമല സ്കൂളിന് സമീപത്ത് നിന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നുള്ളതാണ്. ഇതിന് സമീപത്തെ ഇന്ന് രാവിലെ മുതൽ തന്നെ 2 മൃതദേഹങ്ങൾ ഇതിന് സമീപത്ത് നിന്ന് കണ്ടെടുത്തു എന്നുള്ളതാണ്. എന്തായാലും മരണസംഖ്യ ഉയരുന്നത് ആശങ്ക ഉയർത്തുന്നു. നിരവധി പേരെ കാണാനുണ്ട്. ഇനിയും അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. അവർ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയൊക്കെ തന്നെ അവർ പങ്കുവച്ചിരുന്നു. അതുപോലെ തന്നെയാണ് അത്തരത്തിൽ നിരവധി പേർ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. ഈ മരണസംഖ്യ ഇത്രയും ഉയരുമ്പോൾ അത് കൂടുതലും സങ്കടപ്പെടുത്തുന്നത് തന്നെയാണ്. കാരണം ഈ ഓരോ മൃതശരീരങ്ങളായി ഇത്രയും ദിവസം അവിടെ ഈ ഒരു പ്രദേശത്ത് കിടന്ന് അതിൻ്റെയൊക്കെ സ്മെല്ല് ഇങ്ങനെ വരുന്നതനുസരിച്ചാണ് ഇപ്പോൾ ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ചും അവിടെയൊക്കെ തിരച്ചിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും കൊണ്ടുവരുന്ന ആ മൃതദേഹം അത് പൂർണ്ണമായും കൊണ്ടുവരുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ വലിയ തരത്തിലുള്ള വിഷമം തോന്നും. കാരണം ഈ ഒരു മൃതദേഹങ്ങൾ അത് ചിലതൊക്കെ ഈ വലിയ ദുരന്തത്തിൽ പെട്ടുകൊണ്ട് ഛിന്ന ഭിന്നമായി പോയ ശരീരങ്ങളുണ്ട്. അതുപോലെ ഈ ശരീരഭാഗങ്ങളും ഈ മൃതദേഹങ്ങളും ഒക്കെയാണ് ഇങ്ങോട്ട് മേപ്പാടിയിലേക്കൊക്കെ എത്തിക്കുന്നത്. തിരിച്ചറിയാൻ പോലും പറ്റാത്ത തരത്തിൽ. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരുന്നു ഈ ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് പോകുന്നതെന്ന്. കാരണം ഈ ജീവനുള്ള ആരെങ്കിലും തന്നെ അവിടെ ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്ന് സൈനിക ഉദ്യോഗസ്ഥർ തന്നെ അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് എന്നുള്ള കാര്യം സൈനിക ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിനോട് അനുബന്ധിച്ച് തന്നെ ഇന്ന് ഈ രക്ഷാപ്രവർത്തകർ ഈ മേഖലയിലേക്ക്, അതായത് ഈ സൂചിപ്പാറ മേഖലയിലൊക്കെ തിരച്ചിൽ നടത്തുന്നതിനിടെ അവശ നിലയിലാകുന്ന സാഹചര്യമുണ്ടായി. അവരെ രക്ഷിച്ചുകൊണ്ട് ഇന്ന് ഈ എയർഫോഴ്സ് എയർലിഫ്റ്റിംഗ് നടത്തി ഇവിടേക്ക് കൊണ്ടുവന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ സംവിധാനങ്ങളൊക്കെ തന്നെ ശക്തമായി നിൽക്കുന്ന വേഗതയേറിയ രക്ഷാപ്രവർത്തനം. അതിൽ തന്നെ ദുഷ്കരമാകുന്നത് ഈ പ്രതികൂല കാലാവസ്ഥ തന്നെയാണ്. മഴ കൂടുതലായി പെയ്യുമ്പോൾ ഈ മേഖലയിൽ ഇരുട്ടുകൂടെ മൂടുമ്പോഴാണ് ഈ ഒരു ഭാഗത്തെ തിരച്ചിൽ അതിന് പ്രതിസന്ധി ഉണ്ടാകുന്നത്. എന്നാൽ രാത്രിയാകുമ്പോഴേക്കും കൃത്യമായും രാവിലെ മുതൽ രാത്രി വരെയുള്ള പരിശോധന അത് എല്ലാ മേഖലയിലും വ്യാപിപ്പിച്ചുകൊണ്ട് സന്നദ്ധ സംഘടനകളും ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും സൈനികരും ഒക്കെ ചേർന്നുകൊണ്ട് നടത്തുന്നതാണ്. അതിനുശേഷം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഈ ചൂരൽമല മേഖലയിലാണ് ഈ തിരച്ചിൽ നടന്നത്. അവിടെ ഈ സമീപത്തായി മൃതദേഹങ്ങൾ കണ്ടതിൻ്റെയും അതുപോലെ തന്നെ ഈ സ്മെല്ലിൻ്റെ അടിസ്ഥാനത്തിലുള്ള തിരച്ചിലാണ്. എന്തായാലും അതിനോടനുബന്ധിച്ച് മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഇപ്പോൾ എടുത്തു പറയേണ്ടത് ഈ സംയുക്തമായിട്ടുള്ള ഈ രക്ഷാപ്രവർത്തനം തന്നെയാണ്. അവിടെ എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ട് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നു. അതിൽ ഏതെങ്കിലും ഒരു ജീവന്റെ തുടിപ്പ് അവിടെ ഉണ്ടെങ്കിൽ അതിനെ അത്രയും വേഗം തന്നെ കണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് എത്തിക്കുവാനുള്ള അതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ റഡാറിൽ സിഗ്നൽ ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ അവിടേക്ക് പെട്ടെന്ന് തന്നെ എല്ലാ സംവിധാനങ്ങളും എത്തുന്നു. NDRFന്റെ സംഘം എത്തുന്നു, ഫയർഫോഴ്സ് സംഘം എത്തുന്നു, മറ്റ് പരിശോധനകൾ നടത്തുന്നു, അവിടെ മുഴുവനായി തിരച്ചിൽ നടത്തുന്നു. അത്തരത്തിൽ സർവ്വസജ്ജമാണ്. അവിടെ ഒരു ജീവന്റെ തുടുപ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ വനവാസി മേഖലയിലെ കുട്ടികളെ രക്ഷിച്ച കാര്യമൊക്കെ തന്നെ നമുക്കറിയാം. ആ മേഖലയിൽ നിന്നും ആളുകളെയൊക്കെ ഇങ്ങോട്ടേക്ക്
ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഈ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്നുമൊക്കെ ഈ പുഴ കേന്ദ്രീകരിച്ചിട്ടുള്ള തിരച്ചിലും അതും ഏകദേശം അവസാനിപ്പിച്ചിരിക്കുന്നു. നാളെ ഈ മേഖലകളിലും പുനരാരംഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിൽ തന്നെയാണ് ഈ പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ്. കാരണം ചാലിയാർ മേഖലയിലാണ് വീണിരിക്കുകയാണ്. മഴ മുന്നറിയിപ്പ് കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും താൽക്കാലികമായി ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് വയനാട്ടിൽ.